السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. صدق الله مولانا العظيم. بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ആദരണീയരായ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട നൗഫൽ ഉസ്താദ്, സ്നേഹനിധികളായ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും നമ്മുടെ ഹൃദയങ്ങളെ സമുദ്ധരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയാണ് നോമ്പിൻ്റെ ആത്യന്തികമായ താല്പര്യം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിരോധനകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാനാവുക എന്നതാണ് നോമ്പിൻ്റെ റിസൾട്ടായി അവസാനം നമ്മിൽ ബാക്കിയാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒളി, അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. പിന്നീട് പ്രപഞ്ചത്തിലുള്ള എല്ലാം ആ നൂറിൽ നിന്നും നിഷ്പന്നമാണ്. ലൗഹും കലമും
അർശും കുർസിയും അർളും സമാവാത്തും ജിന്നും ഇൻസും മലായിക്കത്തും മഅരിഫത്തും കലിമത്തു തൗഹീദും എല്ലാം ആ നൂറിൽ നിന്നും പിറവിയെടുക്കുന്ന ഉറവയെടുക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നൂറാനിയ്യത്തിലേക്ക് അവൻ്റെ മഖ്ലൂഖാത്തുകളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകൾ മുഴുവൻ വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ആരാധനകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ആരാധനകളിൽ തന്നെ ചിലത് അനുഷ്ഠിക്കേണ്ട ആരാധനകളുണ്ട്, ചിലത് വർജിക്കേണ്ടതുണ്ട്. വർജനയും ഒരാരാധനയാണ്, അനുഷ്ഠാനം മാത്രമല്ല. ഉപേക്ഷയും ഒരാരാധനയാണ്. അനുഷ്ഠിക്കേണ്ട ആരാധനയിൽപ്പെട്ടതാണ് നിസ്കാരം അനുഷ്ഠിക്കുക. അനുഷ്ഠാനത്തിൽ തന്നെ ചില ചിട്ടവട്ടങ്ങളും രീതികളും ആദാബുകളും എല്ലാമുണ്ട്. ഒരാളെക്കുറിച്ച് നിസ്കരിക്കുന്നവൻ എന്ന് പറയണമെങ്കിൽ ഒരു വക്ത് നിസ്കരിച്ചാൽ പോരാ. നിസ്കാരം നിർവഹിക്കുന്നവനെ പറ്റിയാണ്, നിത്യമായി നിസ്കാരം നിർവഹിക്കുന്നതിനെ കുറിച്ചാണ്, നിസ്കരിക്കുന്നവനെ പറ്റിയാണ് നിസ്കരിക്കുന്നവൻ എന്ന് പറയാൻ തന്നെ പറ്റുള്ളൂ. ആളൊന്ന് സുബഹിസ്കരിച്ച ആളാണ് എന്നൊരാളെ പറ്റി പറയുന്നതിൽ വലിയ പുതുമല്ല. കാരണം എല്ലാ വക്തും നിസ്കരിക്കേണ്ടതാ. സുബഹി, ഹജ്ജ് അങ്ങനല്ല. ഹജ്ജ് ഒരു തവണ നിർവഹിച്ചാൽ ആൾ ഹജ്ജ് ചെയ്ത ആളാണ് എന്ന് പറയാൻ പറ്റും. അല്ലദീന യുഖീമൂന സ്വല, നിസ്കാരത്തെപ്പറ്റി പറഞ്ഞിടത്തൊക്കെ ഇഖാമത്തു സ്വല, യുഖീമൂന സ്വല, റബ്ബി ജഅൽനി മുഖീമ സ്വല, നിസ്കാരം നിലനിർത്തുക എന്നതാണ് ആ അനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകത. സകാത്ത് കൊടുത്തുവിട്ട് അത് അനുഷ്ഠിക്കലാണ്. അങ്ങനെ അനുഷ്ഠിക്കേണ്ടതായ ഒരുപാട് ആരാധനകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമുക്ക് വെച്ചിട്ടുണ്ട്. വേറെ ചില ആരാധനകൾ ഉപേക്ഷിക്കലാണ്. നോമ്പ്, അൽ ഇംസാഖ്, ഇംസാഖ് എന്ന് പറഞ്ഞാൽ പിടിച്ച് നിൽക്കുക. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയാം. നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക, ഖൗലസ്സൂർ വൽ ഫസാദ്, മോശപ്പെട്ട സംസാരങ്ങൾ, മോശപ്പെട്ട ചിന്തകൾ എല്ലാം ഉപേക്ഷിക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. പൂർവിക സമുദായത്തിൽ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞിടത്ത് ചില ഉമ്മത്തുകളുടെ നോമ്പിനൊക്കെ തഫ്സീറുകളിൽ പരിചയപ്പെടുത്തുന്നത് കാണാം. ദീർഘമായി നീണ്ടു നിൽക്കുന്ന നോമ്പ്, 3 ദിവസം തുടർച്ചയായുള്ള നോമ്പാണ്. അന്ന് ഭാര്യമാരെ സമീപിക്കാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല, അന്നപാനീയങ്ങൾ 3 ദിവസം തുടർച്ചയായി ഉപേക്ഷിക്കണം. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഉപാസനകളെ സംബന്ധിച്ച്, ഉപവാസത്തെ സംബന്ധിച്ച് നോമ്പ് പൂർവികരായ ഉമ്മത്തിന് അള്ളാഹു പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ നമ്മുടെ ഉമ്മത്തുർ റഹ്മത്താണ്. സ്ട്രോങ് കുറവാണ് നമ്മുടെ ഉമ്മത്തിന് എല്ലാ കാര്യങ്ങളിലും. നേരത്തെ ഉള്ള ഉമ്മത്തിനെ പോലെയല്ല. നമ്മുടെ ഉമ്മത്തിലേക്ക് എത്തിയപ്പോൾ അത് ഒരു ദിവസം പകല് മാത്രം നോമ്പ് അനുഷ്ഠിക്കുക, അഥവാ പകല് മാത്രം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക. ഉഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫത്തു ഇലാ നിസാഇക്കും, ഉഹില്ല ലക്കും എന്ന് പറഞ്ഞു. ആദ്യകാലത്ത് 3 ദിവസം തുടർച്ചയായി ഭാര്യമാരെ സമീപിക്കാൻ പാടില്ല എന്ന നോമ്പിൽ നിന്ന് മാറ്റം വരുത്തി രാത്രി നിങ്ങൾക്ക് ഭാര്യമാരെ സമീപിക്കാം. ഇവിടൊക്കെ പ്രധാനമായി വരുന്നത് നമ്മുടെ ലൈംഗിക ചോദനകളെ, നമ്മുടെ ഭക്ഷണത്തോടുള്ള ആസക്തിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ശരീരത്തെ നമുക്ക് തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പാകപ്പെടുത്തിയെടുക്കുക എന്നൊരു പ്രവണതയാണ്. പ്രധാനമായും മനുഷ്യന് 2 ആസക്തികളാണുള്ളത്. ഒന്ന് ഭോജനാസക്തിയും മറ്റൊന്ന് ലൈംഗികാസക്തിയും. ഒട്ടുമിക്ക ആളുകളും അധ്വാനിക്കുന്നതും അപകടങ്ങളിൽ പെടുന്നതും വഴികേടിലാകുന്നതും ഈ 2 കാര്യങ്ങളുടെ പേരിലാണ്. ആസ്വാദനം, ആസക്തികൾക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ്. ഒന്നുകിൽ തിന്നാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്
മനസ്സിന് കടിഞ്ഞാണിട്ടുകൊണ്ട് തോന്നലുകൾക്ക് പിന്നാലെ പോകാതെ. പുതിയ കാലത്തെക്കുറിച്ച് സഫ്വാൻ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു അസർ കാണാം. ലയഅതിയന്ന അലന്നാസി സമാനുൻ തകൂനു ഹമ്മതു അഹദിഹിം ഫീഹി ബത്നുഹു വദീനുഹു ഹവാ. ഒരു കാലഘട്ടം വരാനുണ്ട്, അന്ന് എല്ലാവരുടെയും ഇന്റൻഷൻ, കാര്യമായ ലക്ഷ്യം വയറ് 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 നിറക്കലാണ്. വയറാണ് പ്രശ്നം. ഹലാലോ ഹറാമോ എന്നൊന്നുമില്ല. പൂനൂരിന്ന് താമരശ്ശേരിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുക ഒരു പക്ഷേ റെസ്റ്റോറൻറ്റുകളായിരിക്കും. ഒന്ന് പൂട്ടുന്നു, അടുത്തത് തുറക്കുന്നു. തുറക്കുന്നത് ആൾക്കാരറിയുള്ളൂ, പൂട്ടുന്ന അറിയില്ല. പക്ഷെ ആ സമയമാകുമ്പോഴേക്ക് വേറെ ഹോട്ടൽ അവിടെ വന്നിട്ടുണ്ടാവും. ആളുകൾ റെസ്റ്റോറൻറ്റുകൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വയറിനെ, അഥവാ അറുത്തതാണോ ചത്തതാണോ ഒന്നും വിഷയമല്ല, ബ്രോസ്റ്റും അൽഫാമും ആയാൽ മതി. അങ്ങനെ അവസാന കാലഘട്ടം വരുമ്പോൾ തകൂനു ഹമ്മതു ഫീഹി അഹദിഹിം ബത്നുഹു, തകൂനു ഹമ്മതു അഹദിഹിം ഫീഹി ബത്നുഹു. അന്ന് വയറാണ് പ്രധാനപ്പെട്ട ഇന്റൻഷൻ. വദീനുഹു ഹവാ, തോന്നുന്നതനുസരിച്ച് നടക്കലാണ് ദീൻ. എനിക്ക് തോന്നുന്ന അത് ദീൻ. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലം. അത് ശരിയാവില്ല എന്ന് കണ്ടാൽ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു, ഞാൻ അതുകൊണ്ട് ചെയ്തു. പരിശുദ്ധ ദീൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓക്കെ. പക്ഷേ എനിക്കിങ്ങനെ തോന്നി, എനിക്ക് അവൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവൾ ഇഷ്ടപ്പെട്ടു, അവൻ ഏത് മതമാകട്ടെ അവൾ ഏത് മതമാകട്ടെ, ഞാൻ അവരെ കൂടെ പോവാണ്. വളരെ ലാഘവത്തോടു കൂടി ദീനിൻ്റെ എല്ലാ നിയമങ്ങളെയും ലാഘവത്തോടു കൂടി കാണുന്ന ഒരു കാലഘട്ടം. നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകളൊക്കെ വളരെ കൂടുതൽ നിസ്സാരവൽക്കരിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു കാലം വരാനുണ്ടെന്ന് സഫ്വാൻ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം നോമ്പ് ഒരു മനുഷ്യനെ, ഹൃദയത്തെ പവർഫുൾ ആക്കേണ്ട ഒരു ആയുധമാണ്. ദേഹേച്ഛ എന്ന വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബാഇല, എല്ലാ തിന്മകളുടെയും കേന്ദ്രം നമ്മൾ ഇഷ്ടപ്പെടുന്നതിനെ, നമുക്ക് തോന്നുന്നതിൻ്റെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ തിന്മകളുടെയും കേന്ദ്രം എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തോന്നലുകളെ തൊട്ട് ഹൃദയത്തെ നിയന്ത്രിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട അവസ്ഥയാണ്, ഒരു സമയമാണ് നോമ്പ് നമുക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നോമ്പ് ക്രിയാത്മകമായി നമ്മളിൽ സംസ്കരണം സാധ്യമാക്കേണ്ടതുണ്ട്. നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ഖുവ്വത്ത്, ഈമാനികമായ ഖുവ്വത്തിൽ, തഖ്വാപരമായ ഖുവ്വത്തിൽ, ശക്തിയിൽ നമുക്കൊരു വളർച്ച, ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് നോമ്പ് ഫലവത്തായി എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നോമ്പിൻ്റെ മുമ്പ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, റമദാൻ മാസത്തിൽ നിങ്ങൾ എങ്ങനെയാണ് റമദാൻ മാസത്തെ സമീപിക്കാറുള്ളത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ഹിലാല റമദാൻ വഫീ ഖുലൂബിനാ ഹിഖ്ദുൻ അലാ അഖീനൽ മുസ്ലിം. നോമ്പിന് മുമ്പ് തന്നെ ശുദ്ധമായ കൽബോടുകൂടെയാണ് റമദാനിലേക്ക് കടക്കുക എന്നാണ്. കാരണം നോമ്പിന്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളണമെങ്കിൽ മാനസികമായ ഒരു തയ്യാറെടുപ്പുണ്ടാകണം. ഫലാ തദ്ഖുൽ റമദാനൽ ജദീദ ഇല്ലാ വഖദ് തുബ്ത മിനദ് ദുനൂബ്. പാപപങ്കിലമായ ഹൃദയത്തോടുകൂടെ റമദാനിലേക്ക് പ്രവേശിച്ചാൽ റമദാനിന്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനും റമദാനിലുള്ള എല്ലാ ഫളായിലുകളെ അനുഭവിക്കാനും നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്ന് മഹത്തുക്കളായ അഇമ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഏറ്റവും പ്രധാനമായി മാനസികമായ തയ്യാറെടുപ്പ് റമദാനിൽ മുഴനീളം ഉണ്ടാവുക എന്നതാണ് റമദാനിലെ ക്രിയാത്മകമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വ ഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വ ഹകമൻ മിൻ അഹ്ലിഹാ
ഇൻ യുരീദാ ഇസ്ലാഹൻ യുവഫ്ഫിഖില്ലാഹു ബൈനഹുമാ. എന്തുകൊണ്ടാണ് റമദാൻ കഴിയുമ്പോൾ നമുക്ക് ഒന്നും ബാക്കിയാകാത്തത്? നോമ്പിന്റെ ലക്ഷ്യം തഖ്വയാണെന്ന് പറഞ്ഞു. 10, 20, 30, 40 റമദാനുകൾ കഴിഞ്ഞു പോയിട്ടും തഖ്വാപരമായ ഒരു പുരോഗതി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഉണ്ടാകണം എന്നെല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ. ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നോമ്പ് വെൽക്കുന്നത്. നോമ്പിനോളം ആത്മാർത്ഥതയുള്ള മറ്റൊരു സംഗതിയുമില്ല. നമ്മളെ കൽബിൽ ഈമാനിൻ്റെ അടയാളവും ഈമാനിൻ്റെ അസറും ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ശുഭകരമായ ഒരു സന്തോഷ വാർത്തയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുള്ളത്. കാരണം നമ്മൾ പട്ടിണി കിടക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ആരും കാണാതെ വെള്ളം കുടിച്ചൂടായിരുന്നോ? ആരും കാണാതെ ഭക്ഷണം കഴിക്കാമായിരുന്നു. പക്ഷെ നമ്മളാരും ഭക്ഷണം കഴിക്കുന്നില്ല. 6:40 ബാങ്ക് കൊടുക്കുമ്പോൾ, 41 ബാങ്ക് കൊടുക്കുമ്പോൾ 40 എത്ര പട്ടിണിയായിട്ടും വലിയ വിശപ്പുണ്ടായിട്ടും നമ്മൾ തിന്നുന്നില്ലല്ലോ. കാരണം 41 ആയാലേ തിന്നാൻ പറ്റുള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞതുകൊണ്ട് ആ ഒരു മിനിറ്റ് നേരത്തേക്ക് പോലും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മളെ കൽബിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നത് കൊണ്ടാണ്. അതിനൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ആഗ്രഹങ്ങളെല്ലാം നടക്കാനുള്ളതല്ല. ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. റമദാൻ മാസത്തിൽ ഓരോ ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കണം, എല്ലാ ദിവസവും തറാവീഹ് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം, ജീവിതത്തിൽ കുറേ ചിട്ടകൾ ഉണ്ടാകണം, ഒരുപാട് പതിവുകൾ ഉണ്ടാകണം. അതൊക്കെ നമ്മളെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ്. എല്ലാ റമദാനിലുള്ള ആഗ്രഹങ്ങളുമാണ്. ചിലതൊക്കെ നടക്കും, ചിലത് റമദാനിൽ മാത്രം നടക്കും, ചിലത് റമദാൻ കഴിഞ്ഞാൽ സ്റ്റോപ്പാവും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കാത്തത്? ഖുർആൻ ഖത്മ് തീർക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഖുർആൻ ഖത്മ് തീർക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചിലർ ഒരു ഖത്മന്നെ മുക്കി മുരണ്ട് തീർത്ത് കിട്ടാൻ വേണ്ടി റമദാൻ്റെ അവസാന സമയങ്ങളൊക്കെ ആകുമ്പോഴേക്ക് പ്രയാസപ്പെടും. അപ്പം നേരത്തെ ആഗ്രഹങ്ങൾ നേരത്തെ തീർക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ആമാലുകളും ഇറാദത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. അമൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ്. കുട്ടികളോട് ചോദിച്ചാൽ വരെ വാട്ട് ഈസ് യുവർ അംബിഷൻസ് എന്ന് ചോദിച്ചാൽ പല അംബിഷൻസും പറയും. അതൊന്നും നടക്കാൻ പോകുന്നതല്ല. ആഗ്രഹങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ ആയത്ത് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ട് രണ്ടുപേരും വേർപിരിയും എന്ന ഒരു ഘട്ടത്തിൽ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെയും ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെയും വെച്ചുകൊണ്ട് മധ്യസ്ഥ ചർച്ച നടത്തിയാൽ പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം നന്നാവും. ഭാര്യയും ഭർത്താവും തെറ്റി നിൽക്കുകയാണ്. ചർച്ച നടത്തിയത് കൊണ്ട് ഈ ബന്ധം നന്നായിക്കൊള്ളണം എന്നില്ല. ഖുർആൻ പറയാണ് ഇൻ യുരീദാ ഇസ്ലാഹൻ യുവഫ്ഫിഖില്ലാഹു ബൈനഹുമാ. ഇവരുടെ രണ്ടാളുടെയും കൽബിൽ നന്നാവണം എന്ന ഇറാദത്ത് ഉണ്ടെങ്കിൽ, ഇറാദത്ത് എന്നാൽ തീരുമാനം, ആഗ്രഹമല്ല, തീരുമാനം, ഡിസിഷൻ. തീരുമാനിച്ചു, ഞാനും ഭർത്താവും തമ്മിൽ ഒത്തുപോകണമെന്ന് ഭാര്യ തീരുമാനിച്ചു, ഭർത്താവും ഭാര്യയും തമ്മിൽ ഒത്തുപോകണമെന്ന് ഭർത്താവും, അങ്ങനെ ഒരു തീരുമാനം ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ യുവഫ്ഫിഖില്ലാഹു ബൈനഹുമാ, അള്ളാഹു ഇവർക്ക് രണ്ടാൾക്കും ഇടയിൽ യോജിപ്പ് നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ. അൽ ഇറാദത്തു സബബും മിൻ അസ്ബാബിത് തൗഫീഖ്. അഇമ്മത്ത് പറയുന്നത് കാണാം, അമലുകൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ ഇറാദത്ത് വേണം. ഇറാദത്താണ്, തീരുമാനമാണ് തൗഫീഖ് ഉണ്ടാകാനുള്ള മാനദണ്ഡം. തൗഫീഖിന്റെ ഹേതുക്കളിൽ, തൗഫീഖിന്റെ പ്രധാനപ്പെട്ട നിദാനങ്ങളിൽ ഇറാദത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അമലുകളോട് ബന്ധപ്പെടാനുള്ള, തൗഫീഖ് എന്ന് പറഞ്ഞാൽ തൗജീഹുൽ അസ്ബാബി നഹ്വൽ മത്ലൂബിൽ ഖൈർ, ഖൈറിന്റെ വഴികളിലേക്ക് സാഹചര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അടുത്ത് കിട്ടണം. തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് തീരുമാനമുള്ള ആൾ, അയാൾക്ക് തീരുമാനമാണെങ്കിൽ അതിനുള്ള വഴികളൊക്കെ അയാളിലേക്ക് അള്ളാഹു ഇങ്ങനെ അടുപ്പിച്ചു കൊടുക്കും. ഇറാദത്താണെങ്കിൽ, ആഗ്രഹമാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ഉറങ്ങിപ്പോണ്ടാവും. റമദാൻ അല്ലാത്ത സമയത്ത്
ആഗ്രഹവും തീരുമാനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ്. തീരുമാനം എന്നാൽ അത് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടും, അതോടൊപ്പം തന്നെ ഉത്കടമായി നമ്മൾ അത് ആഗ്രഹിക്കുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. ഉള്ളിന്റെ ഉള്ളിൽ ഇറാദത്ത്, ആ ഇറാദത്ത് ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ് അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗ്ഗത്തിനും അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിനും നിങ്ങൾ ഉത്സാഹിക്കണം, നന്നായി പണിയെടുക്കണം. പെട്ടെന്ന് കിട്ടുന്നതല്ല, അധ്വാനിച്ചാൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ. കാരണം അർളുഹസ് സമാവാതു വൽ അർദ്, സ്വർഗത്തിന്റെ വൈപുല്യത്തെ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഭുവനവാനങ്ങളുടെ വിശാലതയാണ് സ്വർഗത്തിന്റെ വീതി എന്നാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശാലതയാണ് സ്വർഗത്തിന്റെ വീതി എന്ന് പറയുമ്പോൾ ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചതാണ്. തഖ്വയുള്ളവർക്കാണ് സ്വർഗ്ഗമുള്ളത്. ആ സ്വർഗം കിട്ടാൻ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, തഖ്വയും ഹവൻ നഫ്സും സ്വർഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്തൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് തഖ്വയുണ്ടാവുക. തഖ്വയുടെ നേരെ ഓപ്പോസിറ്റിലുള്ള ഹവൻ നഫ്സിനോട് നോ പറയുകയും ചെയ്യുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം അംർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലുണ്ട്. ബഹുമാനപ്പെട്ടവർ ബഖിം ബഖിം യാ റസൂലല്ലാഹ്, മദീ നബിയെ ഇതെന്തൊരു ഓഫറാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരണം, ഉത്സാഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഈത്തപ്പഴം വായിലേക്കിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് എല്ലാറ്റിനും സജ്ജനായിക്കൊണ്ട് ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു അങ്ങ് കടന്നു വരികയാണ്. ബഖിം ബഖിം യാ റസൂലല്ലാഹ്, ഇത് മദി നബിയെ എന്തൊരു ഓഫറാണ് വന്നിരിക്കുന്നതെന്ന് ഉമൈർ ഇബ്നു ഹുമാം തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ യാ ഉമൈർ, എന്താണ് നിന്നെ ഇതിന്റെ മേൽ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, അജന്നത്തുൻ അർളുഹസ് സമാവാതു വൽ അർള്, നബിയെ സ്വർഗത്തിന് ആകാശഭൂമികളുടെ വിശാലതയുണ്ടോ? നബിയെ ആകാശഭൂമികളുടെ അത്രയും വിശാലമാണോ സ്വർഗത്തിന്റെ വീതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, അത്രയും വിശാലമായ ലോകമാണ് സ്വർഗം. ബഹുമാനപ്പെട്ടവർ കയ്യിലുള്ള ഈത്തപ്പഴം വായിലേക്കിട്ടപ്പോൾ അത് വീണ്ടും പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഈത്തപ്പഴം ഞാൻ തിന്നാൻ ഇവിടെ നിന്നാൽ അത്ര സ്വർഗത്തിലേക്കുള്ള എൻ്റെ ദൂരം വൈകിപ്പോകുമല്ലോ എന്ന് പറഞ്ഞ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ബദറിൽ രക്തസാക്ഷിത്വം വരിക്കുന്നു ഉമൈർ ഇബ്നു ഹുമാം.
എളുപ്പത്തിൽ കിട്ടുന്നതല്ല സ്വർഗമെന്ന് പറയുന്നത്. അധ്വാനം വേണം. ദേഹേച്ഛകളോട് നോ പറയാൻ കഴിയണം. ശരീരം തോന്നുന്നിടത്തേക്ക് ഇങ്ങനെ പോയി കൊടുത്താൽ, ശരീരം ആവശ്യപ്പെടുന്നിടത്തേക്ക് പോയി കൊടുത്താൽ സ്വർഗം ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. സ്വർഗം ചോദിക്കുന്നിടത്ത് തന്നെ സ്വർഗത്തിനുള്ള പണി എടുത്തുകൊണ്ട് ചോദിക്കണം. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയാ കിട്ടി. അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ അഭയസ്ഥാനമായവരെ കുറിച്ച്, സ്വർഗം അഭയസ്ഥാനമായവരെ കുറിച്ച് പറയുന്നുണ്ട്. വ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വ നഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്ന് ഭയപ്പാടും, അള്ളാഹുവിന്റെ മുന്നിൽ നാളെ നിൽക്കണമല്ലോ എന്ന പേടി മനസ്സിലുണ്ടാവുകയും, റബ്ബെന്നെ കാണുന്നുണ്ടല്ലോ എന്ന തോന്നൽ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുകയും, വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തെ ദേഹേച്ഛകളിൽ നിന്ന് പിടിച്ചു നിർത്തി തടഞ്ഞു നിർത്താൻ കഴിയുകയും ചെയ്താൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, ശരീരത്തെ പിടിച്ചു നിർത്തുന്നവരുടെ അഭയസ്ഥാനമാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എല്ലാ ഘട്ടങ്ങളിലും ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയണം. ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ മാനദണ്ഡം തഖ്വയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടമുണ്ട്. അവന്റെ മുന്നിൽ നാളെ പോയി നിൽക്കണം എന്ന വിചാരമാകണം. വ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വ നഹൻ നഫ്സ അനിൽ ഹവാ, നാളെ റബ്ബിന്റെ മുന്നിൽ ഹാദിറാക്കുന്ന സമയത്ത് അഭിമാനത്തോടുകൂടെ നിൽക്കാൻ കഴിയണം എന്ന വിചാരമുള്ളവരാണോ? ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ഹാദിറാക്കുന്ന സമയത്ത് അവര് വരുന്നത് തിഹാമ പർവ്വതം കണക്ക് അമലുകളുമായിട്ടാണ്. അമലുകളുടെ ഭാണ്ഡക്കെട്ടുമായി ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരുന്നു. യജ്അലുഹല്ലാഹു ഹബാഅം മൻസൂറാ, ആ അമലുകളെയെല്ലാം അല്ലാഹു വലിച്ചെറിഞ്ഞ് ധൂളികളാക്കി മാറ്റുന്നു. അല്ലാഹുവിന് ആ അമലുകൾ ആവശ്യമില്ല. അമലുകൾ അല്ലാഹു കബൂലാക്കിയിട്ടില്ല. സൗബാൻ റളിയല്ലാഹു അൻഹുവിന് വല്ലാതെ അസ്വസ്ഥത വന്നു. നബിയെ, ആരാണ്? സിഫ്ഹും ലനാ വജല്ലിഹിം ലനാ യാ റസൂലല്ലാഹ്, അതാരുടെ അമലുകളാണെന്ന് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണം നബിയെ. ലിഅല്ലാ നകൂന മിൻഹും, ഞങ്ങളിൽ അവരിൽ പെടാതിരിക്കാൻ വേണ്ടി അവരാരാണെന്നൊന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും മിൻ ഇഖ്വതികും വമിൻ ജിൽദതികും, അവർ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. യഖുദൂന അല്ലൈല കമാ തഖുദൂൻ, നിങ്ങളൊക്കെ രാത്രി നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്, അവരും അമൽ ചെയ്യുന്നുണ്ട്, ആരാധനകളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ വഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹകുഹാ, ഏതെങ്കിലും ആരും കാണാത്ത, മനുഷ്യന്മാരൊന്നും കാണാത്ത ഒരിടങ്ങളിൽ എത്തുമ്പോൾ ഹറാമുമായി വ്യാപൃതരാവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണം എന്ന ഭയമില്ലാതെ ആളുകളുടെ മുന്നിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും ആരും കാണൂല എന്ന് കാണുന്ന സമയത്ത് ഹറാമുമായി വ്യാപൃതരാവുകയും ചെയ്യുന്നവർ, അവരുടെ അമലുകൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തട്ടിക്കളഞ്ഞ് ധൂളികളാക്കി മാറ്റുകയാണ്.
ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് റമദാൻ നമുക്ക് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒന്നാമത്തേത് തീരുമാനങ്ങളുള്ള റമദാനാകണം. എന്താണ് തീരുമാനം? നമ്മെ നിയന്ത്രിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും റമദാൻ നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം എന്ന തീരുമാനം മാനസികമായി നമ്മളിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഫലാ തബ്ദ അയ്യ അമലിൻ ഇല്ലാ വഖദ് അസ്ലഹ്ത നിയ്യതക്, ഏത് അമലുകൾ ചെയ്യുമ്പോഴും നല്ല ശുദ്ധമായ നിയ്യത്തുണ്ടാകണം. നല്ല ഖാലിസായ നിയ്യത്തോടുകൂടി അമലുകൾ ചെയ്യണം. അമലുകളുടെ എല്ലാറ്റിൻ്റെയും മാനദണ്ഡം ഖാലിസായ നിയ്യത്താണ്. റമദാൻ മാസം കഴിഞ്ഞാൽ 6 മാസം സലഫുസ് സാലിഹീങ്ങൾ ദുആ ചെയ്യും, അയ്യതഖബ്ബലഹു മിൻഹും, റമദാനിൽ അവരനുഷ്ഠിച്ച ആരാധനകൾ കബൂലാക്കാൻ വേണ്ടി സലഫുസ് സാലിഹീങ്ങളായവർ ദുആ ചെയ്യുകയാണ്. കാരണം റമദാനിൽ അനുഷ്ഠിച്ച അമലുകൾ കബൂലാകണം. കാരണം അമല് കബൂലായില്ലെങ്കിൽ ഒരു കാര്യവുമില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബയുടെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ അമല് കബൂലാക്കണം എന്ന പ്രാർത്ഥനയാണ്. കബൂലായാൽ ഒരുപാട് അടയാളങ്ങൾ അവിടെ പ്രകടമാകും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കൂനൂ ലിഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ ബിൽ അമൽ, അമല് കബൂലാകാൻ വേണ്ടി ഉൽക്കടമായി ആഗ്രഹിക്കുകയും പ്രാധാന്യം നൽകുകയും ചെയ്യുന്നവരായിരുന്നു സലഫുസ് സാലിഹീങ്ങൾ, സ്വഹാബികൾ. ഒരു അമലെങ്ങാനും കബൂലായാൽ അത് ദുനിയാവും അതിലുള്ള സകലതും കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമാണെന്നാണ് ഫുദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ലഅൻ അകൂന അഅലമ അന്ന അല്ലാഹ ഖദ് തഖബ്ബല മിന്നി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. ഏതെങ്കിലും ഒരു അമൽ, ഒരു അണുമണിത്തൂക്കം എൻ്റെ ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നറിയൽ എനിക്ക് ദുനിയാവും അതിലുള്ള സകലതും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടമാണെന്ന് ഫുദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാരണം അമല് കബൂലാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയൂല. കബൂലാക്കൽ അല്ലാഹുവിന്റെ പണിയാണ്. അമല് ചെയ്താൽ പിന്നെ റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ അത് കബൂലാക്കണം, അത് സ്വീകരിക്കണം എന്ന ഉൽക്കടമായ ആഗ്രഹത്തോടു കൂടെയുള്ള പ്രാർത്ഥനകൾ വിശ്വാസികളിൽ നിന്നുണ്ടാകണം. കാരണം അമല് കബൂലായോ ഇല്ല, ഒരു അമല് കബൂലായി എന്നറിഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ് എന്നാണ്. എന്നാൽ ഏതെങ്കിലും അമല് കബൂലായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കഴിഞ്ഞ റമദാനുകളിൽ എത്രയോ ഉറക്കൊഴിച്ചു, എത്രയോ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചു, അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നതായിരിക്കും കൂടുതൽ മികച്ചു നിൽക്കുന്നത്. മഹാന്മാരായ അഇമ്മത്ത് തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം. താബിഈങ്ങളുടെ നേതാവായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, മാ അലാമത്തുൽ ഹജ്ജിൽ മബ്റൂർ, മബ്റൂറായ സ്വീകരിക്കപ്പെട്ട ഹജ്ജിന്റെ അടയാളം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നത് അയ്യർജിഅൽ അബ്ദു സാഹിദൻ ഫിദ്ദുനിയാ, ആ കർമ്മം, ഹജ്ജ് കർമ്മം വഴി കഴിഞ്ഞുകൊണ്ട് സാഹിദായി മടങ്ങി വരലാണ്. ഏതെങ്കിലും ഒരു അമല് കബൂലായിട്ടുണ്ടോ എന്നറിയാനുള്ള ലക്ഷണങ്ങളിൽ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്.
അഇമ്മത്ത് പറയുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് ദുനിയാവിനോടുള്ള താല്പര്യങ്ങൾ ഇങ്ങനെ കുറയുക, തെറ്റിനോടുള്ള താല്പര്യങ്ങൾ കുറയുക. റമദാനിൽ നല്ല ഇബാദത്തെടുത്ത് രാത്രി മുഴുവൻ ഹയാത്താക്കിയവരാണ്, പകല് മുഴുവൻ നോമ്പനുഷ്ഠിച്ച് ഖുർആൻ ഓതിയവരാണ്. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ, ഈ പവിത്രമായ മാസം കഴിയുമ്പോഴേക്ക് പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നവരുടെ അമലുകൾ കബൂലായോ എന്ന് സംശയിക്കപ്പെടേണ്ടതാണ്. കാരണം ഇമ്മത്ത് പറയുന്ന ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അവരുടെ അമലുകൾ കബൂലാകാനുള്ള സാധ്യത കുറവാണെന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം. വമിൻ അലാമാത്തിൽ ഖബൂലി ഇസ്തിജാബത്തു ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. ഒരാളെ അമൽ കബൂലായാൽ അവരുടെ ദുആഇന് ഉത്തരം തരും എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹീഹായ ഹദീസിൽ തന്നെ കാണാം, ദുആ കമാ അജാബല്ലാഹു ദുആ അസ്ഹാബിൽ ഗാരി ഹീന തവസ്സലു ഇലൈഹി ബിസാലിഹി അഅമാലിഹിം. നല്ല നല്ല സൽക്കർമ്മങ്ങൾ മുൻനിർത്തിയിട്ട് ഒരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ, ഗുഹക്കകത്ത് കുടുങ്ങിപ്പോയപ്പോൾ മൂന്നാളുകൾ ദുആ ചെയ്ത സംഭവം റിയാദുസ് സാലിഹീനിലും എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ടല്ലോ. ഒരു ഗുഹക്കകത്ത് കയറിയപ്പോൾ ഗുഹാമുഖം അങ്ങ് അടഞ്ഞുപോയി. അതിൽ അവർ ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ടങ്ങ് ദുആ ചെയ്തപ്പോൾ ആ ഗുഹാമുഖം ഇങ്ങനെ തുറന്നു കൊടുക്കാൻ തുടങ്ങി. അത് അമൽ കബൂലായി എന്നതിന്റെ ലക്ഷണമാണ്. ഇസ്തജാബത്തു ദുആ, ദുആഇന് ഉത്തരം കിട്ടുക എന്നുള്ളത്. മറ്റൊന്ന് റാഹത്തുൻ നഫ്സി വ ത്വയ്ബുൽ ഐഷ്, നല്ല മനസ്സിന് സമാധാനമുണ്ടാകും. നോമ്പ് കഴിഞ്ഞാലും ഹൃദയത്തിനൊരാശ്വാസമാണ്, സമാധാനപരമായ ജീവിതമാണ്. ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നു, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആരെങ്കിലും സാലിഹായ അമൽ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നല്ല ജീവിതം നാം അവരെ ജീവിപ്പിക്കുന്നതാണ്. ആശ്വാസമുള്ള ജീവിതമാണ്, മനോഹരമായ ജീവിതം നമുക്ക് ഭാവി കാലത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ റമദാനിലെ അമലുകൾ കബൂലായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് റമദാൻ ഒരാഴ്ച പിന്നിടുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഫലാ തബ്ദ അയ്യ അമലിൻ ഇല്ലാ വഖദ് അസ്ലഹ്ത നിയ്യതക. ഏത് അമലുകൾ ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് നമ്മൾ പാഴാക്കി കളയരുത്. ഇമാം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, കാനൂ യതഅല്ലമൂന നിയ്യത ലിൽ അമലി കമാ തതഅല്ലമൂനൽ അമൽ. നിങ്ങൾ അമൽ ചെയ്യാൻ പഠിക്കുന്നത് പോലെ ആ സലഫു സാലിഹീങ്ങളായ ആളുകൾ നിയ്യത്ത് വെക്കാൻ പഠിപ്പിക്കുമായിരുന്നു. വലിസാലിഹിൻ നിയ്യാതി കുൻ മുതഹർരിയാ മുതകസ്സിറം മിൻഹാ വറാഖിബ് വഖ്ശഈ. ഏത് സൽക്കർമ്മങ്ങൾക്കും ധാരാളം നിയ്യത്തുകൾ ഉണ്ടാകണം. നോമ്പാണെങ്കിൽ വെറും നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർദി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല എന്ന നിയ്യത്തിൽ മാത്രം ഒതുക്കേണ്ട. നോമ്പ് സഹീഹാകാൻ ആ നിയ്യത്ത് മതിയാകും. ഒരാൾക്ക് നോമ്പ് മുൻഅഖിദാവാൻ ആ നിയ്യത്ത് മതിയാകും. എന്നാൽ നോമ്പിന്റെ ആത്മാവ് കൂടി ലഭിക്കണമെങ്കിൽ ധാരാളം നിയ്യത്തുകൾ ഉണ്ടാകണം. അതാണ് ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വലിസാലിഹിൻ നിയ്യാതി കുൻ മുതഹർരിയാ മുതകസ്സിറം മിൻഹാ വറാഖിബ് വഖ്ശഈ.
നല്ല നല്ല നീയത്ത് ഓരോ അമലിന്റെ മുമ്പിലും നീ കൊണ്ടുവരണം. യമനിലെ സമീപകാലത്ത് വഫാത്തായ സഅദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദിനിൽ ഐദ്രൂസി എന്ന ഹദ്റമിയായ പണ്ഡിതനൊരു ഗ്രന്ഥമുണ്ട്, കിതാബുൻ നിയ്യാത്ത് എന്നാണ് അതിൻ്റെ പേര്. ഓരോ അമലുകളുടെ മുമ്പിലും നാം ചെയ്യേണ്ട നീയത്തുകളെ ബഹുമാനപ്പെട്ടവർ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ഇൽമിന്റെ മജ്ലിസിലിരിക്കുമ്പോൾ 15ലേറെ നീയത്തുകൾ വെക്കണം. ഉദാഹരണത്തിന് പറയട്ടെ, ഒരു നീയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നു എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുന്നു എന്നത് ഒരു നീയത്തായി നമുക്ക് വെക്കാവുന്നതാണ്. തഅല്ലുമിനെ ഞാൻ കരുതി എന്ന നീയത്ത് വെക്കാം, നഫ്അ വൽ ഇന്തിഫാ എന്ന നീയത്ത് വെക്കാം. അത് ഉപകാരം കിട്ടാൻ വേണ്ടിയുള്ള അമലായി ആ ഒരു അമലിൽ ഏർപ്പെടുന്നു എന്ന് നീയത്ത് വെക്കാം. അങ്ങനെ ഒരുപാട് നീയത്തുകൾ ഉണ്ടാകുമ്പോൾ ആ അമലിന്റെ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് ഏത് അമലുകളാണെങ്കിലും നീയത്ത് ശരിയാക്കണം. നീയത്തില്ലാതെ ഒരു അമലിലേക്കും പ്രവേശിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് കാണാം. അതിന്റെ ഗൗരവം ഉണർത്തുന്ന ഒരു സംഭവം റിയാദുസ് സാലിഹീനിലൊക്കെ നമ്മൾ ഓതിയ ഹദീസാണ്. ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. രണ്ടാളുകൾ സംഘട്ടനം നടത്തിയാൽ ഖാതിലും മഖ്തൂലും നരകത്തിലാണ് എന്ന് പറയുന്നത്. കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ഹാദൽ ഖാതിൽ, നബിയെ ശരിയാണ്, ഈ കൊന്നവൻ നരകത്തിലാണ്, കാരണം അവൻ മുഅ്മിനായ മനുഷ്യനെ കൊന്നവനാണല്ലോ. എന്നാൽ ഫമാ ബാലുൽ മഖ്തൂലി യാ റസൂലല്ലാഹ്, കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിലാകുന്നത്? കൊന്നവൻ മറ്റേ മുഅ്മിനായ മനുഷ്യനെ കൊന്നു എന്ന് പറയാം, എന്നാൽ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിലാകുന്നത്? കൊല്ലപ്പെട്ടവൻ നരകത്തിലാകുന്നത് എങ്ങനെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബി. യുദ്ധം തുടങ്ങുന്ന സമയത്ത്, സംഘട്ടനം തുടങ്ങുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ എന്താ? അവനെ കൊല്ലണം. അവന്റെ മനസ്സിലോ ഇവനെ കൊല്ലണം. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണം. അപ്പൊ മനസ്സിൽ രണ്ടാളുടേതും പരസ്പരം മുഅ്മിനെ കൊല്ലണം എന്നായതുകൊണ്ട് രണ്ടാളും നരകത്തിലാണ്. വാഖിഅയിൽ സംഭവിച്ചത് എന്താണെന്നല്ല, നിയ്യത്താണ്. സാലിബ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിയിട്ട് പറയുന്നുണ്ട്, യാ ഉമറു ഇന്ന ഔനല്ലാഹി അലാ അബ്ദിഹി ബിഖദ്രി നിയ്യ. അല്ലാഹുവിന്റെ സഹായം നിയ്യത്തിന്റെ ഖദർ അനുസരിച്ചുകൊണ്ടാ കിട്ടുക. അള്ളാഹുവിനോട് ബന്ധം വേണം എന്ന ഖാലിസായ നിയ്യത്തനുസരിച്ചുകൊണ്ട് അമല് ചെയ്താൽ ഫമൻ തമ്മത്ത് നിയ്യതുഹു തമ്മ ഔനുല്ലാഹി ലഹ്. നല്ല നിയ്യത്താണ്. അള്ളാഹുവിനോടൊരു ബന്ധം ഉണ്ടാകണം, അള്ളാഹു എന്നെ ഒന്ന് കബൂലാക്കണം, എൻ്റെ അമലുകൾ കൊണ്ട് എൻ്റെ കൽബൊന്ന് നന്നായി കിട്ടണം, അള്ളാഹുവിനോടൊരു ബന്ധമുണ്ടാകണം എന്ന ഖാലിസായ നീയത്തോടുകൂടെ ആരെങ്കിലും അമല് ചെയ്താൽ തമ്മത്ത് നീയത്തുഹു, അവൻ്റെ നീയത്ത് അള്ളാഹു പൂർണ്ണമായി, അവൻ്റെ നീയത്ത് പൂർണ്ണമായിരിക്കുന്നു. തമ്മത്ത് ഔനു തമ്മ ഔനുല്ലാഹി ലഹ്, അള്ളാഹിൻ്റെ സഹായവും പൂർണ്ണമായി അയാൾക്ക് കിട്ടുന്നതാണ്. വമൻ ഖസുറത് അൻഹു നീയത്തുഹു, നീയത്തിൽ വല്ല കുറവും വന്നാൽ ആ കുറവിന്റെ തോതനുസരിച്ചുകൊണ്ട് അള്ളാന്റെ സഹായവും നമുക്ക് കുറയുന്നതാണ്. അപ്പൊ നീയത്താണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് റമദാനിൽ ഏത് അമലുകൾ അനുഷ്ഠിക്കാനിരിക്കുമ്പോഴും അള്ളാഹുവിനോടൊരു ബന്ധം വേണം. അത്തഖറുബ ഇലല്ലാഹ്, അതാണ് ഇഖ്ലാസ്. അൻ യുറാദ ബിതഅതിഹി അത്തഖറുബ ഇലല്ലാഹി സുബ്ഹാനഹു ദൂന ശൈഇൻ ആഖർ. വേറൊന്നുമില്ലാതെ മിൻ തസന്നുഇൻ ലിമഖ്ലൂഖിൻ അവ ഇക്തിസാബി മദ്ഹിൻ ഹമീദിൻ ഇൻദന്നാസ് ഔ ഗറളിൻ മിൻ സായിരി അഗ്റാദിദ് ദുനിയ സിവ തഖറുബി ഇലല്ലാഹ്. അല്ലാഹുവിനോടുള്ള സാമീപ്യമല്ലാത്ത മറ്റൊന്നും ഒരു അമല് കൊണ്ടുണ്ടാവാൻ പാടില്ല. റമദാൻ മാസത്തിൽ ഏത് ചെയ്യുന്ന അമലുകളാകട്ടെ, നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, ഇത് നോമ്പ് ക്രിയാത്മകമാകണമെങ്കിൽ ഖാലിസായ അമലുകളാകണം. അതിന് ശ്രമിക്കണം. അന്നസായിഹുദ്ദീനിയ വൽ വസായൽ ഈമാനിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇഖ്ലാസ് ഉണ്ടാകാനുള്ള പരിഹാരം പറയുന്നത്
മഹത്തുക്കളായ അയിമ്മത്ത് പറയുന്നത് കാണാം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം നവവി അത്തിബിയാനിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഏതെങ്കിലും ഒരു അമല് മറ്റൊരാൾ കാണാൻ വേണ്ടി അനുഷ്ഠിച്ചാൽ, ജനങ്ങളുടെ താല്പര്യത്തിൽ ഏതെങ്കിലും അമലുകൾ അനുഷ്ഠിച്ചാൽ അത് റിയാ ആണ്. റിയാ ശിർക്കാണ്. ശിർക്ക് രണ്ട് വിധത്തിലുണ്ട്. ശിർക്ക് ജലീ, ഖഫീ. വ്യക്തമായ ശിർക്ക്, ഗുപ്തമായ ശിർക്ക്, വ്യക്തവും അവ്യക്തവുമായ ശിർക്ക്. ജനങ്ങൾ കാണാൻ വേണ്ടി, ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രശംസയ്ക്ക് വേണ്ടി, മറ്റു വല്ല നേട്ടങ്ങൾക്കും വേണ്ടിയാണ് ഇബാദത്ത് എടുക്കുന്നതെങ്കിൽ അത്തരം ഒരു തോന്നൽ വന്നു പോയാൽ, ഏതെങ്കിലും ഒരു അമൽ, സ്വതക്കയാവട്ടെ നല്ല അമലുകളിൽ ഏതെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരു തോന്നൽ വന്നാൽ ശിർക്ക് ഖഫിയാണ്, കാണൂല. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു അമലിൽ അള്ളാഹു അല്ലാത്ത ജനങ്ങളെയും പങ്കു ചേർക്കുമ്പോൾ ഗുരുതരമായ ഒരു അപകടത്തിലേക്കാണ് ഈ അമല് കൊണ്ട് നമ്മൾ എത്തിപ്പെടുന്നത്. എന്നാൽ ജനങ്ങൾ കാണുന്നു വിചാരിച്ചിട്ട് അമൽ ഒഴിവാക്കിയാലോ അതും ശിർക്കാണ്. കാരണം അള്ളാഹുവിന് ചെയ്യേണ്ട ഒരു അമൽ ജനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കിയാൽ, ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ട ഒരു അമലിനെ ഒഴിവാക്കിയത്. അവിടെയും ജനങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തപ്പോൾ ശിർക്ക് വരുന്നു. അപ്പൊ ചെയ്താലും കുഴപ്പമാണ്, ഉപേക്ഷിച്ചാലും കുഴപ്പമാണ്. അവിടെയുള്ള പരിഹാരം പറയുന്നത് രണ്ട് പരിഹാര മാർഗങ്ങളാണ് അതിലുള്ളത്. ശിർക്കിൽ നിന്ന്, റിയായിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൽ ഒന്നാമത്തേത് അൽ മുദാവമതു ബിൽ അമൽ, അമലിൽ പതിവാക്കുക എന്നതാണ്. അമൽ പതിവാക്കുക, എല്ലാ അമലും പതിവുള്ള ഒരു അമൽ ഉണ്ടാവുക. റമളാൻ നമുക്ക് നൽകേണ്ട ഒരു സംഗതിയാണ്. ഈ റമളാൻ മുതൽ തഹജ്ജുദ് പതിവാണ്, ദുഹ പതിവാണ്, എല്ലാ ദിവസവും ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതൽ പതിവാണ്. അങ്ങനെ പതിവുകൾ ഉണ്ടായാൽ, ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഓതും, ആൾക്കാർ കണ്ടാലും ഇല്ലെങ്കിലും ഇതെന്റെ പതിവാണ്, ഞാനും അല്ലാഹുവും തമ്മിലുള്ള ഹഖാണ്, ഞാൻ നിർവഹിക്കുന്ന എന്റെ നിത്യമായ ഇബാദത്താണ്. അതുകൊണ്ടാണ് എത്ര കുറച്ചാണെങ്കിലും അഫ്ളലുൽ ഇബാദാത്തി അദ്വമുഹ, അഫ്ളലുൽ അഅമാലി അദ്വമുഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കുറച്ച് അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്നെന്നും ചെയ്യുന്ന അമൽ. ഇൻ ഖല്ല, അത് എത്ര കുറഞ്ഞാണെങ്കിലും ഏറ്റവും കൂടുതൽ എന്നെന്നും ചെയ്യുന്ന മുദാവമത്തുള്ള അമലാണെങ്കിൽ അത് ഏറ്റവും അഫ്ളലായ അമലാണ്. ദുഹാന്റെ സമയമാകുമ്പോൾ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, യാത്രയാണെങ്കിലും അല്ലെങ്കിലും, ഉറക്കാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ എഴുന്നേറ്റ് അതിൻ്റെ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ ഒരു പതിവ് നമ്മളുണ്ടാവും. രാവിലെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അലാറം വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ കഴിക്കുന്ന സമയം ആകുമ്പോൾ അതിങ്ങനെ നോർമലി നടക്കുന്നത് പോലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ട അമലുകൾ പതിവായി കഴിഞ്ഞാൽ റിയായിൽ നിന്ന് നമുക്കൊരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു അമലാണ് ഒന്നതാണ്. രണ്ടാമത്തേത് അമലുകൾ രഹസ്യമാക്കാൻ പറ്റുന്ന അമലുകൾ ഉണ്ടെങ്കിൽ രഹസ്യമാക്കണം. രഹസ്യമാക്കാൻ പറ്റാത്ത അമലുകൾ ഉണ്ടാവും. ഇപ്പൊ ജമാഅത്ത് നിസ്കാരം രഹസ്യമാക്കാൻ പറ്റൂല, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക, അതൊക്കെ വലിയ അമലുകളാണ്. രഹസ്യമാക്കാൻ പറ്റുന്ന അമലുകൾ രഹസ്യമാക്കി തന്നെ ചെയ്യണം. നമ്മളും അല്ലാഹുവും മാത്രം അറിയുന്ന അമലുകൾ നമുക്കുണ്ടാകണം. അത് ഇഖ്ലാസ് ഉണ്ടാവാൻ ഏറ്റവും കാരണമാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് റമളാനിൽ ഏത് അമലുകൾ ചെയ്യുമ്പോഴും നല്ല നിയ്യത്തോടെ അല്ലാതെ ചെയ്യരുത്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് അമല് ചെയ്യാൻ കഴിയണം. മൂന്നാമത്തേത്, നമ്മൾ നല്ല സമയത്തെ വിനിയോഗിക്കണം. ഓരോ സന്ദർഭങ്ങളും പ്രധാനമാണ്. സമയത്തെ നിസ്സാരമായി തള്ളിക്കളയരുത്. ടൈം പാസിന് വേണ്ടി സമയത്തെ സമയം ഇങ്ങനെ പോയി കിട്ടാൻ വേണ്ടി ഏതെങ്കിലും പണികളിൽ ഏർപ്പെടുക, ലുഡോ ബോർഡ് കളിക്കുക മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളി കളിക്കുക, വൈകുന്നേരങ്ങളിൽ എവിടെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ സ്വറച്ചു നിൽക്കുക. കാരണം സമയം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ റമളാനും അല്ലാത്ത സമയങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, യബ്ന ആദം ഇന്നമാ അൻത അയ്യാ
അയ്യാം. ഓ മനുഷ്യ, നീ ദിവസങ്ങളാണ്, നിന്നെ ഒരു ദിവസമായി നീ സങ്കൽപ്പിക്കണം. ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅദുക. ഒരു ദിവസമായി നിന്നെങ്ങനെ കാണുക. നീ ഒരു ദിവസം, ഇദാ ദഹബ ബഅദുൻ ദഹബ യൗമുൻ ദഹബ ബഅദുക. ഒരു ദിവസം കഴിഞ്ഞു പോയാൽ നിന്റെ ബഅദ് കഴിഞ്ഞു, കൈ പോയി. രണ്ടാമത്തെ ദിവസം പോയാൽ കാല് പോയി. മൂന്നാമത്തെ ദിവസം പോയി, അങ്ങനെ പോയി 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 ദിവസം കഴിയുന്നതിനനുസരിച്ച് നീ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമയത്തെ നിനക്ക് വീണ്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് വഖാല അയ്ളൻ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്റക്തു അഖ്വാമൻ കാനൂ അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. നിങ്ങൾ ദീനാറിനും ദിർഹമിനും കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതൽ സമയത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടിരുന്നു. അവർക്ക് ദീനാറിനേക്കാളും പൈസയെക്കാളും പ്രധാനം അവരുടെ സമയമാണ്. സമയത്തിന് പണത്തിനേക്കാൾ കൂടുതൽ മൂല്യം കൊടുക്കണം. മഹാന്മാരായ അഇമ്മത്തിലെല്ലാം അത് നമുക്ക് കാണാൻ സാധിക്കും. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഹദീസ് പണ്ഡിതനാണ്. പല റിജാലുകളിലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ റിജാലുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു എല്ലാ സന്ദർഭങ്ങളിലും ഹദീസ് വായിക്കുകയോ പഠിക്കുകയോ തസ്ബീഹ് ചൊല്ലുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിനോ ഹദീസ് പഠിക്കാനോ വേണ്ടി പകല് സമയം മുഴുവൻ മാറ്റിവെക്കുന്നു. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മരണപ്പെട്ട മഹാനാണ്. ഹനഫി മദ്ഹബിലെ സാഹിബൈനി എന്നറിയപ്പെടുന്ന അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നമ്മൾ വായിക്കുന്ന പണ്ഡിതനല്ലേ. മരണാസന്നരായി കിടക്കുമ്പോഴും ദീനീ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ഉലമാഇനോട്, പണ്ഡിതന്മാരോട് ആ ദീനീ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അബൂ യൂസുഫ് എന്ന ഹനഫി പണ്ഡിതൻ അങ്ങനെ ജംറയിൽ കല്ലെറിയുന്നതിൻ്റെ ശ്രേഷ്ഠമായ രൂപത്തെ സംബന്ധിച്ച് ശിഷ്യനുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൽമിൽ വ്യാപൃതനായിക്കൊണ്ട് മരണപ്പെടാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. ഉബൈദ് ബിൻ യഈഷ എന്ന് പറയുന്ന പണ്ഡിതനുണ്ടല്ലോ, ബുഖാരി ഇമാമിന്റെയും മുസ്ലിം റളിയല്ലാഹു അൻഹുവും ഹദീസ് സ്വീകരിച്ച മഹാനല്ലേ. 30 വർഷം രാത്രി സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം ഭക്ഷണം കഴിക്കാനുള്ള സമയം നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് സഹോദരി ഉരുളയാക്കി വായിലിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ആ സമയവും ഹദീസ് എഴുതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഉബൈദ് ബിൻ യഈഷ് അങ്ങനെ ഓരോ നിമിഷങ്ങളും എണ്ണി എണ്ണി ഉപയോഗപ്പെടുത്തിയവരാണ്. അറിയില്ലേ, ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു, ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹുവിന്റെ മുഫസ്സിർ തഫ്സീർ നമ്മൾ റഫർ ചെയ്യുന്നതാണല്ലോ. എല്ലാ ദിവസവും 14 പേജിൽ കൊള്ളുന്ന രചന നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ടവരോട് ചില കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു ഖുർആനിന് തഫ്സീർ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ തഫ്സീർ എഴുതുകയാണെങ്കിൽ അതിനെത്ര പേജ് ഉണ്ടാകും? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അത് 30,000 പേജുകൾ ഉണ്ടാകും ആ തഫ്സീറിന്. അപ്പോൾ ചോദിച്ചവര് പറഞ്ഞു, അത് പൂർണ്ണമാകുന്നതിന്റെ മുമ്പ് നിങ്ങൾ മരണപ്പെടും. ബഹുമാനപ്പെട്ടവര് 3000-ഓളം പേജുള്ള തഫ്സീർ രചിക്കുന്നു. 7 വർഷം കൊണ്ടാണ് ആ തഫ്സീർ പൂർത്തിയാക്കുന്നത്. അദ്ദേഹം എഴുതിയ ആകെ പേജുകളാകട്ടെ 3,58,000 പേജുകളാണ്. ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു ജനിച്ചത് 85 വർഷമാണ് ബഹുമാനപ്പെട്ടവര് ജീവിച്ചത്. ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ദിവസവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്
എടുത്തു നോക്കിയാൽ ജനിച്ച അന്ന് മുതൽ മരണത്തിന്റെ ദിവസം വരെ ഒരു ദിവസം 14 പേജെങ്കിലും എഴുതാതെ ഈ പേജ് പൂർത്തീകരിക്കാൻ അവിടത്തേക്ക് സാധിക്കില്ല. അങ്ങനെ സമയത്തിൽ ബറക്കത്ത് ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കയ്യിലുള്ള പുസ്തകം ഇങ്ങനെ വായിക്കുകയാണ്. പുസ്തകം വായിച്ച് ബഹുമാനപ്പെട്ടവര് നടത്തത്തിനിടയിൽ സമീപത്തുള്ള കാഴ്ചകൾ കാണുന്നില്ല. എല്ലാ സമയങ്ങളും വിനിയോഗിച്ചവരാണ് മഹാന്മാരായ അഇമ്മത്ത്. സമയത്തിന്റെ പ്രാധാന്യം വളരെ ഗൗരവത്തിലെടുക്കണം. ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അബുൽ അബ്ബാസിൽ മർസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കിഫായത്തുൽ അത്ഖിയയിൽ അദ്ഖിയയുടെ ശറഹിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സമയത്തിന് അദബുണ്ട്, ഓരോന്നിനും അദബുണ്ട്. സമയത്തോടുള്ള അദബ് ആ സമയത്ത് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. സമയത്തോട് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുക. ജമാഅത്ത് നടക്കുമ്പോൾ ജമാഅത്ത് നിസ്കരിക്കുക, ആ സമയത്ത് ഖുർആൻ ഓതലല്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ദർസിന്റെ സമയത്ത് ദർസ്. അതുപോലെ ഓരോന്നിനും അനുയോജ്യമായ സമയം ഏതാണ്, ആ സമയത്ത് അതുമായി വ്യാപൃതരാവുക എന്നതാണ് സമയത്തോടുള്ള ആദാബുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം നമ്മൾ പാഴാക്കാൻ പാടില്ല. അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന സുഖങ്ങൾ നഷ്ടപ്പെടും. ദുനിയാവിൽ ലഭിക്കുന്ന സുഖങ്ങൾക്ക് വേണ്ടി പരലോകത്തെ സുഖങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് റമദാനിലെ സമയങ്ങൾ ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റമദാനിലെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റമദാനും റമദാൻ അല്ലാത്ത സമയങ്ങളും നമുക്ക് ഒരുപോലെയാകാൻ പാടില്ല. റമദാൻ അല്ലാത്ത സമയങ്ങളിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ റമദാനും. രാവിലെ പണിക്ക് പോണ്, വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, നോമ്പ് ഒൽക്കുന്നു, പിന്നെ രാത്രി തറാവീഹ് ഉണ്ട്. റമദാനിൽ ഒരു സക്കീനത്തും വഖാറും ഉണ്ടാകണം നിനക്ക്. റമദാനിനൊരു ആദരവുണ്ടാകണം. റമദാൻ സാധാരണ ദിവസം പോലെയാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, അങ്ങനെ ഒരുപോലെയാകാതെ സമയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ നമ്മൾ കുറക്കണം. എന്ന ഗ്രന്ഥത്തിൽ ഉലമാക്കൾ പഠനത്തിന് വേണ്ടി വ്യാപൃതരായതിൻ്റെ ഗൗരവങ്ങൾ, അതിൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. മുതഅല്ലിമീങ്ങൾ നമ്മളെല്ലാവരും മുതാലഅ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട നമുക്ക് പ്രചോദനം നൽകുന്ന ഗ്രന്ഥമാണ് സഫഹാത്തും മിൻ സബരിൽ ഉലമാ. ഉലമാക്കൾ ഇൽമ് പഠിക്കാൻ വേണ്ടി സ്വന്തം ആരോഗ്യവും ശരീരവും സമയവും സമ്പത്തും എല്ലാം അവർ സമർപ്പിച്ചതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇബാദത്ത്, പഠനം, സേവനം, മറ്റു സൽക്കർമ്മങ്ങൾ, ജീവിതം നിലനിർത്താൻ ആവശ്യമായ തൊഴിൽ എന്നീ കാര്യങ്ങൾക്ക് മാത്രം സമയം കൃത്യമായി വിനിയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ തയ്യാറാകണം. നോമ്പിന്റെ സമയങ്ങൾ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഏറ്റവും പ്രധാനപ്പെട്ട സമയം രാത്രിയെ സംബന്ധിച്ച്, രാത്രി ആരാധന നിമഗ്നനാകുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളുടെ ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം, ഒരു രാത്രിയാണ്, ഒരു പകലല്ല. രാത്രിയുടെ മഹത്വങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് പോയതും രാത്രിയിലാണല്ലോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു അത്തിബിയാൻ എന്ന ഖുർആനിന്റെ ആദാബുകൾ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രാത്രി ഖുർആൻ ഓതുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. രാത്രി ഖുർആൻ ഓതുന്നത് കാന മശ്ഹൂദാ, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. പ്രഭാതത്തോടനുബന്ധിച്ചുള്ള ഖുർആൻ പാരായണം വലിയ മൂല്യമുള്ളതാണ്, വലിയ പുണ്യം കിട്ടുന്ന അമലുകളാണ്. ആ ഖുർആൻ പാരായണത്തിൽ നമ്മൾ വ്യാപൃതരാകണം. മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങൾ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്
രേഖപ്പെടുത്തുന്നത് കാണാം. കാന തറക ജമീഅൽ ഇബാദാ വകാന യുഖ്ബിലു അലാ തിലാവത്തിൽ ഖുർആൻ. റമദാനായാൽ പിന്നെ എല്ലാ ഇബാദത്തുകളിലും കുറവ് വരുത്തി, അഥവാ സാധാരണ എല്ലാ രാത്രികളിലും നിസ്കരിക്കുന്ന സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു റമദാനായാൽ പിന്നെ എല്ലാ സമയങ്ങളും ഖുർആൻ ഓതാൻ വേണ്ടി വിനിയോഗിക്കുകയാണ്. എത്രയെത്ര ഇമ്മത്താണ്. ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ മദ്ഹബിന്റെ ഇമാമാണല്ലോ. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുന്നു, റമദാൻ മാസമായാൽ എല്ലാ അമലുകളും മാറ്റിവെച്ച്, അഥവാ മുദാക്കറത്തുൽ ഇൽമി വൽ ഹദീസ്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഇൽമിന്റെ ഹദീസിന്റെ ദർസ് നടത്തുന്ന മഹാനാണ്. എന്നാൽ റമദാനായാൽ ഹദീസ് നിർത്തിവെച്ചിട്ട് ബഹുമാനപ്പെട്ടവര് ഖുർആൻ പാരായണത്തിൽ വ്യാപൃതരാവുകയാണ്. എത്രയെത്ര ഇമ്മത്താണ് എല്ലാ ദിവസവും. മാസം കൂടുമ്പോൾ ഖുർആൻ ഓതുന്നവരുണ്ട്, ഖത്മ് തീർക്കുന്നവരുണ്ട്. 2 മാസത്തിൽ ഖത്മ് തീർക്കുന്നവരുണ്ട്. 10 ദിവസം കൂടുമ്പോൾ ഖത്മ് തീർക്കുന്നവരുണ്ട്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു 10 ദിവസം കൂടുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കുന്നവരാണ്. 8 ദിവസം കൂടുമ്പോഴും. എന്നാൽ സ്വഹാബികളിലും താബിഈങ്ങളിലുമെല്ലാം ഇമാം നവവി തിബിയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം, 7 ദിവസത്തിൽ ഖുർആൻ ഖത്മ് തീർക്കുന്നവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ പല മഹത്തുക്കളും 7 ദിവസം കൂടുമ്പോൾ ഖത്മ് തീർക്കുന്നവരാണ്. 6ഉം 5ഉം 4ഉം 3ഉം ദിവസം കൂടുമ്പോഴൊക്കെ ഖത്മ് തീർക്കുന്നവര് മഹത്തുക്കളായ സലഫു സാലിഹീങ്ങളിലുണ്ട്. എന്നാൽ വഅം ബഅദിഹിം ഫീ കുല്ലി ലൈലതൈൻ, 2 രാത്രിയിൽ ഖത്മ് തീർക്കുന്നവരുണ്ട്. 1 ദിവസം കൊണ്ട് ഖത്മ് തീർക്കുന്നവരുണ്ട്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതുപോലെ താബിഈങ്ങളിൽപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, അവരെല്ലാം ഖുർആൻ എല്ലാ ദിവസവും ഖത്മ് തീർക്കുന്നവരാണ്. എല്ലാ സന്ദർഭങ്ങളിലും ഖുർആനോത്ത് തന്നെ. പരിശുദ്ധ റമദാനിൽ ഖുർആൻ ഖത്മ് കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഖുർആൻ ഓതാൻ. മഹാന്മാരായ ഇമ്മത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഒരു വർഷത്തിൽ 2 ഖത്മെങ്കിലും ഖുർആൻ തീർത്തില്ല എങ്കിൽ അവർ ഖുർആനോടുള്ള ബാധ്യത ഹഖ് നിർവഹിക്കാത്തവരാണെന്ന് ഇമാമുമാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയുമോ, താബിഈങ്ങളിൽ പ്രമുഖരാണ് സഈദ് ബിൻ ജുബൈർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ദീന് പഠിച്ചവരാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചവരാണ്. മാത ഷഹീദാ. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ ഭരണകാലത്ത് മക്കയിലെ ഗവർണറായിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയപ്പെട്ട് മരണം വരിച്ചവരാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ബഹുമാനപ്പെട്ടവരെ കൊല ചെയ്യാൻ വേണ്ടി കിടത്തുന്ന സമയത്ത് എല്ലാ ദിവസവും ഖുർആൻ ഖത്മ് തീർക്കുന്ന മഹാനാണല്ലോ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. കൊല ചെയ്യാൻ വേണ്ടി കിടത്തുന്ന സമയത്ത് ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തുന്നു. ബഹുമാനപ്പെട്ടവര് പരിശുദ്ധ ഖുർആൻ ഓതുന്നു. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തിയപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. ഇത് കണ്ടപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫിന് സഹിക്കുന്നില്ല. അവൻ തിരിച്ചുകൊണ്ട് നേരെ മറുദിശയിലേക്ക് അങ്ങ് തിരിച്ചു കിടത്തിയപ്പോൾ സഈദ് ബിൻ ജുബൈർ
ജുബൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. ഐനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ എങ്ങോട്ട് തിരിച്ചു കിടത്തിയാലും അതവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉള്ള വഴിയാണ്. എവിടേക്ക് തിരിച്ചാലും പ്രശ്നമല്ല. ഹജ്ജാജ് ഇതിനത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കമഴ്ത്തി കിടത്തുന്നു. അപ്പോഴും ഖുർആൻ ഓതുകയാണ് ബഹുമാനപ്പെട്ട സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു. മിൻഹാ ഖലഖനാകും, ഭൂമിയിൽ നിന്നാണല്ലോ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ആയത്തോതി സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി മരണം വരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുള്ള റമളാനാകണോ, ആ റമളാൻ കൊണ്ട് ഖുർആനിനെ സക്രിയമാക്കണോ. ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവതു ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളർഉ ബിസ്സഹർ വമുജാലസാതു സാലിഹീനൽ ഫുള്ളലാ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയം സജീവമാകാനുള്ള പരിഹാരം ഖുർആനിന്റെ പാരായണമാണ്. 2 ഭക്ഷണം കുറക്കലാണ്, 3 രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്, 4 അല്ലാഹുവിനോട് അങ്ങേയറ്റം പ്രഭാത സമയത്ത് പുലർച്ചെ സമയത്ത് അല്ലാഹുവിലേക്ക് കേണുവഴങ്ങലാണ്, 5-മത്തേത് നല്ല നല്ല ആളുകളുമായി സൗഹൃദം സ്ഥാപിച്ച് അവരോടൊന്നിച്ച് സഹവസിക്കലാണ്. എന്നാൽ നമ്മുടെ ഖൽബിന് ജീവൻ കിട്ടുമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അദ്കിയയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റമളാൻ നമുക്ക് അനുഗ്രഹങ്ങളുടെ റമളാനാകണം. ഈ റമളാൻ കഴിയുമ്പോൾ എന്തെങ്കിലും ബാക്കിയാകണം. ജീവിതത്തിൽ നല്ല നല്ല രീതികളും ചിട്ടകളും അവശേഷിച്ചുകൊണ്ട് റമളാനിനെ സമൃദ്ധമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ തഖർറുബാകാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതും നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അള്ളാഹു സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ലക്കൽ ഹംദു കസീറൻ കമാ തുൻഇമു കസീറൻ വലക ശുക്രു കസീറൻ കമാ തുഅതി കസീറ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ അമലായി നീ ഖബൂലാക്കണേ റഹ്മാനെ. പടച്ചോനെ, റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നിന്നിലേക്ക് തഖർറുബാകാൻ സഹായമാകുന്ന മജ്ലിസായി മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ ഖബൂലാക്കണേ അല്ലാ. മഖബൂലായ ഒരുപാട് അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ നീ തീർക്കണേ അല്ലാ. ഇടങ്ങേറ് മുസീബത്തുകളെ തൊട്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാർ അവരുടെ ജീവിതത്തിലും അവരുടെ അധ്യാപനങ്ങളിലും ഏർപ്പാടുകളിലുമെല്ലാം അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. വന്യരായ ഹക്കീം ഉസ്താദും അതുപോലെ അബൂ സാലിഹ് ഉസ്താദൊക്കെ ഗൾഫിലാണ്. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിസം ചെയർമാൻ സുഹൈറുദ്ദീൻ നൂറാനി ഉസ്താദൊക്കെ വിദേശത്ത് ദീനിയായ സംരംഭങ്ങളുടെ പ്രവർത്തനാവശ്യാർത്ഥം വിദേശത്താണ്. അവരുടെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. റാഹത്തിലും സന്തോഷത്തിലും നൽകണേ റഹ്മാനെ. ഒരുപാട് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നൂറാനികളായ സുഹൃത്തുക്കൾ, റബ്ബാനികളായ നമ്മുടെ പ്രവർത്തകർ, അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. എത്രയോ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി റബ്ബാനികൾ രാജ്യത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് നൂറാനികൾ. അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്തും സമാധാനവും നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.